എം കെ ഹരിദാസ്, താങ്കൾ എങ്ങനെ കാണുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ തീരുമാനത്തെ? തീരുമാനമെന്ന് പറയാൻ പറ്റില്ല, തീരുമാനം എടുക്കാതെ കോടതിയിലേക്ക് വിടുകയാണ് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പോൾ കൈ കഴുകുകയാണല്ലോ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. തന്ത്രി ആരാണ് ശബരിമലയിലെ എന്ന് തീരുമാനിക്കാൻ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ്? എനിക്ക് ശ്രീ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനോട് അങ്ങേയറ്റം രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടോടും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളോടും അങ്ങേയറ്റം വിയോജിപ്പുണ്ടെങ്കിലും ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങേയറ്റം 100% ഞാൻ ശരിവെക്കുന്നു. അതിലത്തെ ഇപ്പൊ ശ്രീ രാഹുലെ, ഈ മോഹനരെ എന്തിനാണ് ഈ ഫ്ളാറ്റിൽ പോയത് എന്നുള്ള കാര്യത്തിന് താങ്കൾക്കൊരു നിർവചനം പറയാൻ പറ്റും? എന്തിനാണ് അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ചായപ്പീടിക നടത്തുന്നുണ്ടോ ഒരു ചായ കുടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് വൈദ്യശാലയാണോ, മെഡിക്കൽ ഷോപ്പാണോ? അദ്ദേഹം അവിടെ എന്തിനു പോയി? അദ്ദേഹത്തിനെ തടഞ്ഞു വെച്ചുകൊണ്ട് സ്വർണം അപഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം എന്തിനവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാത്തിടത്തോളം കാലം, അതിന് ഉത്തരം നൽകാൻ കഴിയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം വളരെയധികം നമ്മൾ പറയില്ലേ അങ്ങേയറ്റം വൃത്തികെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല, ദയവ് ചെയ്ത് ഞാൻ സംസാരിക്കാൻ സമ്മതിക്കും, അപ്പോഴല്ലേ നമുക്ക് ചർച്ച മുൻപോട്ട് പോകുള്ളൂ. ശ്രീ മോഹനര് അവിടെ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് തന്ത്രിസ്ഥാനത്ത് നിന്നും ഇപ്പോൾ മാറി നിൽക്കണം, ശബരിമലയ്ക്ക് വരാൻ അദ്ദേഹത്തിന്, ശബരിമല ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അനുമതിയില്ല, അതില്ലാത്ത സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ആദ്യം കാണണം. അപ്പൊ അതൊരു മാന്യതയാണ്. അതെന്തായി? അദ്ദേഹത്തിന് വ്യഭിചാരശാലയിൽ നിന്നും പിടിച്ചതിന്റെ പേരിലെ ദേവസ്വം ബോർഡായാലും സർക്കാരുകളായാലും ഒരു തീരുമാനമെടുത്തു, നിങ്ങൾ ഇനി ശബരിമലയിലെ തന്ത്രിയായിട്ടുള്ള, അതായത് പരമ്പരാഗതമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം. താങ്കള് അദ്ദേഹത്തെ മടക്കിയില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം തന്ത്രിസ്ഥാനത്ത് വന്നുകൊണ്ട് ശബരിമലയിൽ യാതൊരു കാര്യങ്ങളും നടത്തുന്നില്ല? എന്താണ് ഇങ്ങനെ പറയുന്നത്? മഞ്ജുഷ, ഇത് ഇങ്ങനെ അലറി വിളിച്ചിട്ട് ഈ ചർച്ച അലമ്പാക്കാൻ സമ്മതിക്കരുത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് സമയം കൊടുക്കൂ. ഈ മോഹനരെ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ശബരിമലയിൽ താന്ത്രിക കർമ്മങ്ങളിലും പൂജാതി കർമ്മങ്ങളിലും പങ്കെടുക്കുന്നുണ്ടോ? രാഹുൽ പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടതായി ദേവസ്വം ബോർഡും പിന്നീട് വന്നിട്ടുള്ള ദേവസ്വം ബോർഡുകൾ തീരുമാനമെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇതേ പ്രശ്നം തന്നെയാണ് ശ്രീ രാജീവരുടെ പേരിലുമുള്ളത്. അദ്ദേഹം സസ്പെക്റ്റഡ് ആണ്. ഒരു ജാമ്യാപേക്ഷയുടെ വിധിയിൽ 2 or 3 സ്ഥലത്ത് രാജീവരെ കോടതി നന്നായി ചിത്രീകരിച്ചു എന്ന് വെച്ച് അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് മോചിതനായിട്ടില്ല. അദ്ദേഹം മോചിതനായിട്ട് വരും വരേക്ക് മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമായിരുന്നു. മോഹനരെ മാതൃകയാക്കിക്കൊണ്ട് രാജീവരുടെ ആരോഗ്യ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഹരിദാസ്, അതിനകത്ത് ആരോഗ്യ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കണ്ഠരര് രാജീവര് മാറി നിൽക്കുന്നു, പകരം മകനെ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതാണ് അതൊരു തെറ്റായ കീഴ്വഴക്കമല്ലേ മഞ്ജുഷേ? ഒരു തന്ത്രിക്ക് എനിക്ക് ശാരീരികമായിട്ട് സുഖമില്ല, അതുകൊണ്ട് എന്റെ മകനെ ആക്കണം. മറ്റൊരു തന്ത്രി പറയാണ് എനിക്ക് കുറച്ചു കാലത്തേക്ക് ശബരിമലയ്ക്ക് വരാൻ പറ്റില്ല, ഞാനൊരു വിദേശ യാത്ര പോവുകയാണ്, അവിടേക്ക് ആക്കണം. അത്തരം ഒരു സാഹചര്യത്തില് ശബരിമലയിലെ തന്ത്രി സ്ഥാനത്ത് നിന്ന് ഈ താഴമൺ കുടുംബം മാറി നിൽക്കണമെന്ന് കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഒന്നും നടന്നിട്ടല്ല, അങ്ങനെയൊന്നും നടക്കുകയുമില്ല. പക്ഷെ എന്നിരുന്നാലും ധാർമ്മികമായിട്ടുള്ളൊരു ചുമതല ഇവർക്കുണ്ട്. കാരണം എന്താണെന്നറിയോ? ജസ്റ്റിസ് പരിപൂർണനെ പോലെ അങ്ങനെ ഒരാളിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താന്ത്രിക മന്ത്രകാര്യങ്ങളിലെല്ലാം അതീവ നൈപുണ്യമുള്ള നീതി നിയമ സംവിധാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഇന്ന് ഈ കേരളത്തിലെ മിക്ക തന്ത്രിമാരെയും ഒരു അഭിമുഖം നടത്തുകയാണെങ്കിൽ ഇവർക്കൊന്നും തന്നെ ഒരു ക്ഷേത്രത്തിലെയും താന്ത്രിക വിദ്യകളിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയില്ലെന്ന് കണ്ടെത്തും. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ തൃപ്പൂണിത്തുറയിലെ ഒരു 4 or 5 ചെറിയ ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ്. ഒരു ഗണപതി ഹോമത്തിന് അദ്ദേഹം തന്നെ വേണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഞാനൊരു വലിയ കുടുംബത്തിന് അദ്ദേഹത്തിന് ഏർപ്പാട് ചെയ്തു കൊടുത്തു. അദ്ദേഹം വന്നു, ആ ഗണപതി ഹോമവും വൈകുന്നേരം ഒരു ഭഗവത് സേവയൊക്കെ നടത്തിപ്പോയി. അവിചാരിതമായിട്ട് ചെന്നൈയിൽ നിന്ന് ഈ കുടുംബത്തിൽപ്പെട്ട വളരെയധികം അറിവുള്ള ഒരു പൂജാരി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞത് എന്താണെന്നറിയോ? ആ വ്യക്തി, ആ പൂജാരി ഇന്നിവിടെ ചെയ്തിട്ടുള്ളതെല്ലാം
ഒന്നും ശരിയായ രീതിയിലല്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് എന്തിന് ഗണപതി ഹോമം പോലും കൃത്യമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ല. ഭഗവത് സേവയിൽ അദ്ദേഹം ഉരുവിടുന്ന മന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവത് സേവയിൽ ഒരു കാര്യമുണ്ട്, ഉറക്കെ മന്ത്രം ചൊല്ലണം. എന്റെ വീട്ടിൽ 4-5 ഭഗവത് സേവ നടത്തണം ഞാൻ കണ്ടിട്ടുണ്ട്. ഉറക്കെ അതിന്റെ മന്ത്രങ്ങൾ ചൊല്ലിയാണ് ഇദ്ദേഹം ചുണ്ടുകൊണ്ട് അനക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആ ഭഗവത് സേവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങൾ ചെല്ലാൻ അറിയാത്തത് കൊണ്ട് അദ്ദേഹം ചുണ്ടനക്കിക്കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ 4-5 ക്ഷേത്രങ്ങളുടെ തൃപ്പുണിത്തുറയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പൂജാതി കർമ്മങ്ങളിൽ ഒരു വിവരവുമില്ലെന്ന് മറ്റൊരു പൂജാരി കണ്ടെത്തേണ്ട അവസ്ഥ വന്നുവെങ്കിൽ കേരളത്തിൽ ഞാനാണ് എല്ലാം എന്ന് ഞെളിഞ്ഞു നടക്കുന്ന ഈ തന്ത്രിമാരുണ്ടല്ലോ, ഇവരെയൊക്കെ കൃത്യമായിട്ട് അറിവുള്ള വ്യക്തികൾ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു അഭിമുഖം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഗണപതി ഭഗവാന്റെ എന്താണ് പറയേണ്ടത്, നക്ഷത്രം അറിയില്ലെന്ന് പറയേണ്ടി വന്ന ഒരു ഗതികേട് കൂടി ഈ മോഹനരർക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിൽ ശബരിമലയിലെ ക്ഷേത്ര പൂജാതി കർമ്മങ്ങളിൽ ഭാഗബുക്കാവാത്ത മോഹനർക്ക് രാജീവര് കത്ത് കൊടുത്തിട്ട് എങ്ങനെ ആക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് അതിന്റെ ഒരു പൊരുൾ മനസ്സിലാവുന്നില്ല. എന്തിനാണ് അത് എന്ന്. കാരണം എല്ലാ കാര്യങ്ങളിലും ദേവസ്വത്തിന് ഹരിദാസ് എന്തുകൊണ്ട് കണ്ഠരര് ബ്രഹ്മദത്തൻ, അതായത് മകൻ, പുതിയ തലമുറയിൽപ്പെട്ട ബ്രഹ്മദത്തൻ, അദ്ദേഹം ഒരു കേസിലും പ്രതിയല്ല, ഒന്നിലും ആരോപിതനല്ല, അങ്ങനെ ഒരാൾ വരുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കാരണം താഴമൺ കുടുംബത്തിനാണ് ഈ പാരമ്പര്യ അവകാശമുള്ളത് ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയായി വരുന്നതിൽ. അപ്പോൾ അതിലെ പുതിയ തലമുറയിൽപ്പെട്ടയാൾ വരുന്നു, അതിലെന്ത് തടസ്സമെന്നാണ്? ഇതിലിവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു, കേരളത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളായ വിശ്വാസികളെ മുഴുവൻ, ഹിന്ദുക്കളായ വിശ്വാസികളുടെ അടക്കമുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു കാലിബർ അളക്കാൻ രാഹുൽ ദയവ് ചെയ്ത് തയ്യാറാവരുത്. കാരണം താങ്കളെക്കാട്ടിലൊക്കെ വളരെയധികം എന്റെ മൂത്ത മകന്റെ പ്രായം പോലും താങ്കൾക്ക് ഇല്ല എന്ന് തോന്നുന്നു. കേരളത്തിലെ ഹിന്ദുക്കളുടെ മനസാക്ഷിയൊക്കെ താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഈ കണ്ഠർ രാജീവര് ഈ കേസിൽ പ്രതിയായതിൽ അങ്ങേയറ്റം രോഷം കൊള്ളുന്ന ഹിന്ദുക്കൾ കേരളത്തിലുണ്ട്. ഒരു ഹിന്ദുവല്ലേ ഞാൻ, അപ്പൊ എനിക്കും ഹിന്ദുക്കളായിട്ടൊക്കെ ബന്ധം ഉണ്ടാവില്ലേ? അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും ഇന്നത്തെ താഴമൺ തന്ത്രി കുടുംബം അവിടെ ചെയ്യുന്നതും ചെയ്യാത്തതുമായ പ്രവൃത്തികളെ എല്ലാം അനുകൂലിക്കാൻ കേരളത്തിലെ വിശ്വാസ സമൂഹം തയ്യാറാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചോളൂ. അങ്ങേയറ്റം വിയോജിപ്പുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPM ഈ ട്രാപ്പിൽ കുടുക്കിക്കൊണ്ട് കേസിലെ അതൊക്കെ കഴിഞ്ഞിട്ട് അഗ്നിശുദ്ധി വരുത്തിയിട്ട് അദ്ദേഹം തിരിച്ചു കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്റെ നാവൊക്കെ വേണമെങ്കിൽ അറുത്ത് കളയാൻ ഞാൻ തയ്യാറാണ് രാഹുലെ. ഇപ്പോൾ അദ്ദേഹം സസ്പെക്റ്റഡ് ആണ്. അദ്ദേഹം മാന്യതയുടെ പേരിൽ അദ്ദേഹത്തിന് പോലും അവിടുത്തെ ശബരിമലയിലെ തന്ത്രിസ്ഥാനം വഹിക്കാൻ യോഗ്യതയില്ല എന്നിരിക്കെ അദ്ദേഹത്തിന്റെ മകനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം അധാർമികതയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല മഞ്ജുഷേ. നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് പറയണം. ശബരിമലയിൽ മാത്രമൊന്നുമല്ല ഈ അനാചാരങ്ങൾ നടക്കുന്നത് മഞ്ജുഷേ. ഇത്തരത്തിൽ നമ്മളിപ്പോ ശബരിമല തന്ത്രിയെ പറ്റിയിട്ടുള്ള പരാതി നമ്മൾ ഗവൺമെന്റിന് അയക്കുകയാണെന്ന് വിചാരിക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആരുടെ അടുത്തറിയോ ചെല്ലുന്നത്? ഇതേ തന്ത്രിയുടെ അടുത്ത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ? തന്ത്രി പറഞ്ഞു അതൊക്കെ തെറ്റാണ്, എന്നോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണ് ഉണ്ടായതാണ്. ഗുരുവായൂർ ഓദിക്കന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഓദിക്കന്മാർ അതായത് മേൽശാന്തി ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ചെയ്യുന്ന എല്ലാ ഗുരുവായൂരിലെ പ്രവൃത്തികളും ഓദിക്കന്മാരുടെ നേതൃത്വത്തിലാണ്. ഓദിക്കന്മാരെ കുറിച്ചിട്ടുള്ള നിയമം, അതായത് അവരുടെ പരമ്പരാഗതമായിട്ട് അവർക്കൊരിതുണ്ട്. ഓദിക്കന്മാരുടെ കുടുംബത്തിലെ സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്മാർത്ഥ വിചാരണ നടത്തി പടിയടച്ച് പിണ്ണം വെച്ചതിന് ശേഷം മാത്രമേ ഈ ഓദിക്കന്മാർക്ക് ഗുരുവായൂർ അമ്പലത്തിലെ പിന്നീടുള്ള ശാന്തി കർമ്മങ്ങളിലും പൂജാതി കർമ്മങ്ങളിലും പങ്കെടുക്കാൻ പാടൂ എന്നുള്ളത് ലിഖിതമായൊരു നിയമമാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓദിക്കന്മാർ എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരെ ഇതുവരേക്ക് പടിയടച്ച് പിണ്ണം വെക്കുകയോ കൈമുക്ക് മനയിൽ പോയിട്ട് പ്രായശ്ചിത്തം ചെയ്യുകയോ ചെയ്യാതെയാണ് ഈ ഓദിക്കന്മാർ അവിടെ ഇപ്പോൾ ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ. ഇതിനെക്കുറിച്ചിട്ട് പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് 2017 1 or 2 പരാതികൾ കിട്ടിയപ്പോൾ അദ്ദേഹം അത് അയച്ചു കൊടുത്തു ഗുരുവായൂർ ദേവസ്വത്തിന്. ഇതിന്റെ സത്യസ്ഥിതി അന്വേഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിവരം തരണം എന്ന് പറഞ്ഞിട്ട് ആരെ വിളിച്ചിട്ടാണെന്നറിയോ? ഗുരുവായൂർ ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്റർ ഈ കാര്യങ്ങൾ ചോദിച്ചത് ഈ ഓദിക്കൻ കുടുംബത്തിലെ മുഖ്യനായ വ്യക്തിയെ വിളിച്ചിട്ടാണ് ചോദിച്ചത്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ? നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ 2 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്ത്രീ ഇല്ല പറഞ്ഞു. ഈ സ്ത്രീ ആ കുടുംബത്തിലേതാണ് എന്നുള്ളതിന് എല്ലാവിധ രേഖകളും
വിഷയത്തിലേക്ക് പോകട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം എന്ന് പറയുന്നത് അഗ്നിശുദ്ധി വരുത്തി വരുന്നത് വരെ ഈ കുടുംബത്തിന് മാറി നിന്നുകൂടെ എന്നുള്ളതാണ്, താഴമൺ കുടുംബത്തിന്. അതിന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.